മണ്ണിലേക്ക് ആവശ്യാനുസരണം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രകൃതിയുടെ ഒരു സംവിധാനമുണ്ട്. നമ്മളത് നൈട്രജനായിട്ട് ചെടികൾക്ക് വലിച്ചെടുക്കാവുന്ന ഒരു ചാണകത്തിനകത്തോടെ കാർബൺ കിട്ടുവാൻ. അപ്പം ചാണകത്തിനകത്ത് കാർബൺ ഉണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ കാർബൺ അവിടെ ചാണകത്തിലുണ്ടായത് ചെടികൾ നമ്മൾ കാർബണെ കുറച്ചുകൂടെ മനസ്സിലാക്കുകയാണെങ്കിൽ കാർബൺ 3 രൂപത്തിലുണ്ട്. ലിക്വിഡ് കാർബൺ ഉണ്ട്, സോളിഡ് കാർബൺ ഉണ്ട്, വാതക രൂപത്തിലുള്ള കാർബൺ ഉണ്ട്. നൈട്രജൻ്റെ ഉറവിടം വായുവാണ്, മണ്ണല്ല. എന്നാൽ മണ്ണിൽ നൈട്രജൻ ആവശ്യമുണ്ട്, ആവശ്യാനുസരണം. ആവശ്യത്തിൽ കൂടുതലുണ്ടെങ്കിൽ ഉടനെ പ്രകൃതി അതിൻ്റെ സംവിധാനങ്ങൾ കൂടി അതിനെ വീണ്ടും അന്തരീക്ഷത്തിലേക്ക് കടത്തിവിടുന്നുണ്ട്. ഈ ഡീനൈട്രിഫൈങ് ബാക്ടീരിയകൾക്ക് പെരുകാൻ വേണ്ടി ഒരു നൈട്രജനും 10 കാർബണും വേണം അവരുടെ ശരീരത്തിൽ. അപ്പോൾ കാർബൺ ലോസ് ചെയ്താൽ ഇല്ലാതാകുമ്പോഴത്തേക്ക് മണ്ണിൻ്റെ വായുസഞ്ചാരം കുറയും, മണ്ണിലെ വെള്ളം പിടിച്ചു വെക്കാനുള്ള ശേഷി കുറയും. ഇതെല്ലാം നമ്മളെ കൃഷിയെയും നമ്മുടെ പ്രകൃതിയെയും എല്ലാം ആഗോള താപനത്തെ എല്ലാം ബാധിക്കുന്ന ഒരു കാര്യമാണ്. ആ പ്രതലം ചൂടാകുന്നു. അതേസമയം ഒരു ഇലയിൽ സൂര്യപ്രകാശം വീണാൽ ആ ഇല അത് ആഗിരണം ചെയ്യുന്നു. സുഹൃത്തുക്കളെ, ഇന്ന് വീണ്ടും നമ്മൾ അബ്രഹാം സാറിൻ്റെ അടുത്താണുള്ളത്. ഒരുപാട് കാര്യങ്ങൾ കഴിഞ്ഞ പല എപ്പിസോഡുകളായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. കൃഷിയെപ്പറ്റി, അതുപോലെ തന്നെ പ്രകൃതിയെപ്പറ്റി, ഇന്ന് മാറി വരുന്ന കാലാവസ്ഥയെപ്പറ്റി. നമ്മൾ അനാവശ്യമായിട്ട് നമ്മൾ വിളവ് കൂട്ടാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരുപാട് തെറ്റുകളുണ്ട്. അതിനെപ്പറ്റിയൊക്കെ ഇങ്ങനെ ഓരോ ക്ലാസ്സുകളായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ ഒരു കൂട്ടം ആൾക്കാർ തന്നെ ഇപ്പോൾ ഇതിനെപ്പറ്റി അറിയാനായിട്ട് നമ്മളോടൊപ്പം ഉണ്ട്. അവർക്കും ഇതുതന്നെ പുതുതായിട്ട് കടന്നു വരുന്നവർക്കൊക്കെ ഉപകാരപ്പെടുന്ന രീതിയിലാണ് വീണ്ടും ക്ലാസ്. നമസ്കാരം അബ്രഹാം സാർ. നമസ്കാരം. അപ്പോൾ ഇന്ന് സാറിൻ്റെ അടുത്ത് വന്നിരിക്കുന്നത് നമ്മുടെ സമകാലികമായിട്ട് നമ്മൾ നേരിടുന്ന ഇപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ അറിയാം. ഇപ്പം ഞാൻ ഇടുക്കി ജില്ലയിലാണെങ്കിൽ കൂടി തന്നെ ഇവിടെ എത്രമാത്രം ചൂട് കൂടിയിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. ഇവിടെ വന്നവർക്ക് തന്നെ ഒരു രക്ഷയില്ലാത്ത ചൂടാണ്. നേരത്തെയൊക്കെ ഇങ്ങനെ അല്ലായിരുന്നു, ഒരുപാട് കുറവുണ്ടായിരുന്നു. ഇപ്പോൾ അതെല്ലാം മാറി ഓരോ വർഷവും 1.5 ഡിഗ്രി 2 ഡിഗ്രിയൊക്കെ വെച്ച് മൊത്തത്തിൽ തന്നെ ചൂട് കൂടുകയാണ്. അതിൽ ഹിമാലയത്തിലെ തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ ന്യൂസിൽ കേട്ടു, ഹിമാലയത്തിൽ തന്നെ ചുട്ടുപൊള്ളുന്ന ചൂടായിട്ട് വന്നിട്ടിരിക്കുന്നു. അതുപോലെ നോർത്ത് ഇന്ത്യയിലേക്ക് നോക്കുകയാണെങ്കിൽ 8 മണിക്കൂർ പവർ കട്ട്, ഈ രീതിയിലേക്കൊക്കെ പോകുന്നു. ഇതിൻ്റെയൊക്കെ പ്രധാന കാരണം എല്ലാവരും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നമ്മൾ ഓവറായിട്ട് പുക പുറന്തള്ളുന്നു. കാർബൺ ഡയോക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, അങ്ങനെയുള്ള, അതുപോലെ തന്നെ മീഥൈൻ, പിന്നെ നൈട്രസ് ഓക്സൈഡ്, ഇതെല്ലാം ഓരോ പ്രവൃത്തിയിലൂടെ നമ്മൾ അന്തരീക്ഷത്തിലോട്ട് നമ്മൾ പുറന്തള്ളുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ കൊണ്ടാണ് ഇങ്ങനെ വന്നതെന്ന് നമുക്കറിയാം. അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരം, അല്ലെങ്കിൽ സാറ് ഇതിനെപ്പറ്റി പഠിച്ചിട്ടുണ്ട്, അതൊക്കെ എന്താണെന്ന് അറിയാനൊക്കെയാണ് നമ്മൾ വന്നിരിക്കുന്നത്. സാറേ. ശരിയാണ് ഡെന്നിസ് പറഞ്ഞത്, ശരിയാണ്. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ ശരിക്കും ഭയാനകമാണ്. കാരണം നമുക്കതിനെ അറിയാം, കഴിഞ്ഞ ഒരു 10-20 വർഷം കൊണ്ട് ഇടുക്കി ജില്ലയിലെ ചൂട് 12 ഡിഗ്രിയോളം കൂടിയിരിക്കുകയാണ്. അത് വലിയൊരു ഭയാനകമായ ഒരു അവസ്ഥയാണ്. ലോകമെമ്പാടും തന്നെ ഈ അവസ്ഥയുണ്ട്. കാലാവസ്ഥ വ്യതിയാനം മൂലം ഏതാണ്ട് ലോകമെമ്പാടുമുള്ള കാർഷിക ഭൂമിയുടെ ഏതാണ്ട് 1/3 അതിൽ കൂടുതലോ ഉപേക്ഷിക്കപ്പെട്ട, കൃഷിക്ക് യോഗ്യമല്ലാത്ത അല്ലെ കൃഷി അവിടെ വിജയിക്കുന്നില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുക. പക്ഷെ ഒരുപാട് പേര് കഷ്ടപ്പെടാൻ തയ്യാറല്ലാത്ത രീതിയിലും നമ്മുടെ സ്ഥലങ്ങളൊക്കെ വെറുതെ ഇട്ടേക്കുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോഴും നമുക്ക് ഒരുപാട് കൃഷി അതിലേക്ക് ഇറക്കാം. പിന്നെ എന്നാലും നമ്മുടെ ഈ മോഡേൺ കൃഷി രീതിയിൽ എന്താണ് കാണുന്ന ഒരു അപാകത? അതായത് നമ്മൾ നേരത്തെയുള്ള എപ്പിസോഡിൽ പറഞ്ഞ രാസകൃഷി, ജൈവകൃഷി, പ്രകൃതി കൃഷി, ഇങ്ങനെ ഒരു 3ആയിട്ട് കൃഷിയെ തരംതിരിക്കേണ്ട ഒരു കാലമായിരുന്നു. പ്രകൃതി കൃഷിയുടെ കാലമാകുന്നതേ ഉള്ളൂ. പ്രകൃതി കൃഷിയെക്കുറിച്ച് ഇപ്പോൾ കാര്യമായ പഠനങ്ങൾ നടക്കും. അധികാരം അറിഞ്ഞിട്ടില്ല ഇപ്പോൾ. അതെ. എന്നാന്ന് പറഞ്ഞാൽ ശാസ്ത്രലോകം തന്നെ ഇതിൻ്റെ ഗുണത്തെക്കുറിച്ചൊക്കെ മനസ്സിലായത് അധികം നാളായിട്ടില്ല. ഒരു 10-15 വർഷമേ ആയിട്ടുള്ള ശാസ്ത്രലോകം തന്നെ ഇത് ശ്രദ്ധിച്ചിട്ട് പ്രകൃതി എങ്ങനെ അവിടുത്തെ ചെടികളെ പോറ്റുന്നു. ആദ്യകാലത്ത് നമ്മൾ വിചാരിച്ചിരുന്നത് കാർബൺ, ഇപ്പം ആഗോളതാപനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ കാർബൺ ഘടകം ഒരു വലിയൊരു ഫാക്ടറാണ്. അതായത് ഭൂമിയിലും മണ്ണിലും ഒക്കെ ഉണ്ടായിരുന്ന കാർബൺ അന്തരീക്ഷത്തിലേക്ക് കൂടുതലായിട്ട് ചെന്നു. അതിന് പല കാരണങ്ങളുണ്ട്. മണ്ണിലുള്ള കാർബൺ പോയിരിക്കുന്നു. നമ്മൾ കൽക്കരി, ഫോസിൽ ഫ്യൂവലുകൾ ഇതൊക്കെ കത്തിക്കുമ്പോൾ അതെല്ലാം കാർബണാണ് കത്തിപ്പോകുന്നത്. അതെല്ലാം തിരിച്ച് വാതകമായിട്ട്, അതുപോലെ തന്നെ മീഥേനും ഓവറായിട്ട് ഇപ്പോൾ ചെല്ലുന്നുണ്ട്, ഈ LPG ഗ്യാസ് ഒക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കാർബണെ വീണ്ടും തിരികെ കൊണ്ടുവരാനായിട്ട് ഇപ്പോൾ നിലവിൽ ഒരു സാങ്കേതികതയും ഡെവലപ്പ് ചെയ്തിട്ടില്ല. ഈ ചെടികൾക്ക് മാത്രമേ ഈ അന്തരീക്ഷത്തിൽ ആയിപ്പോയിട്ടുള്ള കാർബണെ വീണ്ടും തിരിച്ച് മണ്ണിലേക്ക് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. പക്ഷെ അവിടെ നമ്മൾ കൃഷിയിൽ കാർബൺ, മണ്ണിലുള്ള കാർബണും കൂടെ അന്തരീക്ഷത്തിലേക്ക് കടത്തിവിടുന്ന ഒരു സാങ്കേതികതയാണ്. അതായത് നൈട്രജൻ ഇടുമ്പോൾ, ജൈവവളമായിട്ടോ രാസവളമായിട്ടോ നൈട്രജൻ ഇടുമ്പോൾ മണ്ണിലെ കാർബൺ നഷ്ടപ്പെടുന്നു. അതെങ്ങനെയാണെന്നൊക്കെ നമ്മൾ നേരത്തെ കെമിക്കൽ സൈഡും കൊണ്ട് നമ്മൾ പരിഗണിക്കേണ്ടതുണ്ടല്ലേ. അതായത് നൈട്രജൻ മണ്ണിൽ നൈട്രജൻ അന്തരീക്ഷത്തിലെ വായുവിലാണുള്ളത്. വായുവിലുള്ള നൈട്രജൻ
മണ്ണിലേക്ക് ആവശ്യാനുസരണം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രകൃതിയുടെ ഒരു സംവിധാനമുണ്ട്. നമ്മളത് നൈട്രജനായിട്ട് ചെടികൾക്ക് വലിച്ചെടുക്കാവുന്ന ഒരു വളരെ സൂക്ഷ്മജീവികൾക്ക് ഉപയോഗിക്കാവുന്ന ഒരു രീതിയിൽ നൈട്രജൻ മണ്ണിൽ വീഴുമ്പോൾ ജൈവവളമായിട്ടോ രാസവളമായിട്ടോ അവിടുത്തെ കാർബണാണ് നഷ്ടപ്പെടുന്നത്. അതായത് നൈട്രജൻ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് പ്രകൃതി നൈട്രജൻ മണ്ണിൽ എക്സസിൽ നീക്കാൻ ഉദ്ദേശിക്കുന്നില്ല, വാതകത്തിലാണ്. അതായത് വായുവിൻ്റെ 78% നൈട്രജനാണ്. അപ്പം നൈട്രജൻ്റെ ഉറവിടം വായുവാണ്, മണ്ണല്ല. എന്നാൽ മണ്ണിൽ നൈട്രജൻ ആവശ്യമുണ്ട്, ആവശ്യാനുസരണം. ആവശ്യത്തിൽ കൂടുതലുണ്ടെങ്കിൽ ഉടനെ പ്രകൃതി അതിൻ്റെ സംവിധാനങ്ങൾ കൂടി അതിനെ വീണ്ടും അന്തരീക്ഷത്തിലേക്ക് കടത്തിവിടുന്നുണ്ട്. അപ്പോൾ ഇത് കടത്തിവിടാനായിട്ട് ഡീനൈട്രിഫയിങ് ബാക്ടീരിയ എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ, അതായത് എപ്പോഴേലും ആവശ്യത്തിൽ കൂടുതൽ മണ്ണിൽ നൈട്രജൻ ഉണ്ടായാൽ ഡീനൈട്രിഫയിങ് ബാക്ടീരിയകൾ പെരുകി ഈ എക്സസ് ആയ നൈട്രജനെ വീണ്ടും അന്തരീക്ഷത്തിലേക്ക് വിടുന്നു. ഈ ഡീനൈട്രിഫയിങ് ബാക്ടീരിയകൾക്ക് പെരുകാൻ വേണ്ടി ഒരു നൈട്രജനും 10 കാർബണും വേണം അവരുടെ ശരീരം ഡെവലപ്പ് ചെയ്യണമെങ്കിൽ. ബാക്ടീരിയ വളരണമെങ്കിൽ ഒരു നൈട്രജനും 10 കാർബണും കൂടെ കൂടുമ്പോഴാണ് അവർക്ക് വളർച്ച. കാർബൺ ലോസ്. അപ്പോൾ നമ്മൾ കാർബൺ കൊടുത്തിട്ടില്ല, നമ്മൾ നൈട്രജൻ മാത്രം കൊടുത്തു. അപ്പോൾ എന്ത് പറ്റും, ആ നൈട്രജൻ മുഴുവൻ എടുത്ത് അന്തരീക്ഷത്തിലേക്ക് തിരികെ വിടാനായിട്ട് ഡീനൈട്രിഫയിങ് ബാക്ടീരിയ ആന്തരികമായിട്ട് അങ്ങ് പെരുകും. അപ്പോൾ അവർ നമ്മൾ കാർബൺ കൊടുത്തിട്ടില്ല, അപ്പോൾ അവർ മണ്ണിലുള്ള കാർബണെ എടുക്കും, അതും കൂടെ അങ്ങനെയാണ് ഈ മണ്ണിൽ നിന്ന് കാർബൺ ലോസ് വരുന്നത്. അപ്പോൾ കാർബൺ ലോസ് ചെയ്താൽ ഇല്ലാതാകുമ്പോഴത്തേക്ക് മണ്ണിൻ്റെ വായുസഞ്ചാരം കുറയും, മണ്ണിലെ വെള്ളം പിടിച്ചു വെക്കാനുള്ള ശേഷി കുറയും. ഇതെല്ലാം നമ്മളെ കൃഷിയെയും നമ്മുടെ പ്രകൃതിയെയും എല്ലാം ആഗോള താപനത്തെ എല്ലാം ബാധിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ട, ഒരു കല്ലേൽ അല്ലെങ്കിൽ ഒരു തടിയേലോ അല്ലെങ്കിൽ മണ്ണിലോ നേരിട്ട് സൂര്യപ്രകാശം വന്നാൽ ആ പ്രതലം ചൂടാകുന്നു. അതേസമയം ഒരു ഇലയിൽ ആ സൂര്യപ്രകാശം വീണാൽ ആ ഇല അത് ആഗിരണം ചെയ്യുന്നു, ആ ചൂടിനെ ആഗിരണം ചെയ്യുന്നു. അപ്പോൾ എന്നിട്ടത് വീണ്ടും അത് തണുപ്പിക്കാനായിട്ട് അത് മണ്ണിൽ നിന്നൊക്കെ വലിച്ചെടുത്ത വെള്ളത്തിന് ട്രാൻസ്പിറേഷൻ വഴി വീണ്ടും അന്നേരം അവിടെ എല്ലാം ആ ചൂടിനെ പ്രയോജനപ്പെടുത്തുകയാണ്, ആ ചൂടിനെ ആഗിരണം ചെയ്യുകയാണ്. അത് കഴിഞ്ഞ് ഫോട്ടോസിന്തസിസ് വഴി കാർബോഹൈഡ്രേറ്റ് ഉണ്ടാക്കുന്നത്, അങ്ങനെ പല പ്രകൃതിയുടെ പല പ്രക്രിയകളുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ പല കൃഷി രീതികളും നമ്മൾ ശ്രദ്ധിച്ചറിയാം, ഒരു കളയോ അല്ലെങ്കിൽ പൊതയോ ഒന്നുമില്ല, മൊത്തം ചെടികൾക്കെല്ലാം പത്രപോഷണങ്ങളും അങ്ങനെ പല അങ്ങനെ ഒരു കൺസെപ്റ്റ് നമ്മളിലേക്ക് എപ്പോഴോ എനിക്ക് തോന്നുന്ന ഹരിതവിപ്ലവത്തോടു കൂടിയാണ്. അതായത് നമ്മൾ ഇട്ട് കൊടുക്കുന്ന സാധനമൊക്കെ കളകളെല്ലാം വലിച്ചുകൊണ്ട് പോകും. ആക്ച്വലി സംഭവിക്കുന്നത് കളകൾ ഈ സൂര്യപ്രകാശത്തിനെ മണ്ണിലേക്ക് കടത്തി വിടുകയാണ്, അല്ലെങ്കിൽ സൂര്യനിൽ നിന്നുണ്ടാകുന്ന ചൂടിനെ അത് വേറൊരു രൂപത്തിലാക്കി ബയോകെമിക്കൽ എനർജിയാക്കി മാറ്റി മണ്ണിലേക്ക് തിരിച്ചു വിടുകയാണ്. അപ്പം കളകൾ വന്നാൽ അല്ലെങ്കിൽ ഈ ചൂട് ഇങ്ങനെ ആഗിരണം ചെയ്യുന്ന പച്ചിലകൾ ഉണ്ടായാൽ മാത്രമേ ഉള്ളൂ ആഗോള താപനത്തിനൊരു പരിഹാരം ഉണ്ടാകും. സാർ, നമ്മൾ പല എപ്പിസോഡിലായിട്ട് നമ്മൾ ഓർഗാനിക് കാർബണിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. ഇപ്പം ഈ കളകൾ വെച്ച് പിടിപ്പിച്ചതിന് ശേഷം മണ്ണിൽ നമുക്ക് ഇതുപോലെ ഓർഗാനിക് കാർബൺ കൂട്ടാമെന്ന് പറഞ്ഞു. മറ്റൊരു സൊല്യൂഷനായിട്ട് നമ്മൾ ഇതുപോലെ പശുവിൻ്റെ ചാണകം പറഞ്ഞല്ലോ, നാടൻ പശുവിൻ്റെ, അതുപോലെ ജേഴ്സി പശു, അങ്ങനെ പല രീതിയിലുള്ള കിട്ടും. ആട്ടിൻ ചാണകമാണെങ്കിൽ തന്നെ ഉണ്ട്. ഇത് നമ്മൾ മണ്ണിലേക്ക് അപ്ലൈ ചെയ്യുമ്പോഴും കാർബണിൻ്റെ അംശം നമ്മുടെ മണ്ണിൽ കൂടില്ലേ? നമ്മൾ കാർബണെ കുറച്ചുകൂടെ മനസ്സിലാക്കുകയാണെങ്കിൽ കാർബൺ 3 രൂപത്തിലുണ്ട്. ലിക്വിഡ് കാർബണുണ്ട്, സോളിഡ് കാർബണുണ്ട്, വാതക രൂപത്തിലുള്ള കാർബണുണ്ട്, വോളറ്റൈൽ കാർബൺ, 3 രൂപത്തിലുണ്ട്. അപ്പോൾ ഇന്ന് നമ്മുടെ ആഗോളതാപനത്തിൽ നമ്മുടെ പ്രശ്നം ഖരരൂപത്തിലും ലിക്വിഡ് ആയിട്ടുമൊക്കെ മണ്ണിലുണ്ടായിരുന്ന കാർബണെ കൂടുതൽ വാതക രൂപത്തിലാക്കി മാറ്റി. നമ്മളുടെ പല പ്രക്രിയകൾക്കുണ്ട്. നമ്മളിപ്പോൾ ഉദാഹരണത്തിന് കൽക്കരി എടുത്ത് കത്തിക്കുന്നു. കൽക്കരി എന്ന് പറഞ്ഞാൽ ഖര രൂപത്തിലുള്ള സോളിഡ് ആയിട്ടിരിക്കുന്ന കാർബണാണ്. അതിനെ കത്തിച്ച് കഴിയുമ്പോഴത്തേക്ക് അതിനകത്ത് കാർബൺ റിലീസായിട്ട് വാതകമായി മാറും. അതുപോലെ ലിക്വിഡ് കാർബൺ ഈ മണ്ണിൽ നമ്മൾ ലിക്വിഡ് കാർബൺ പാത്വേ എന്നൊക്കെ നമ്മൾ നല്ല പോലെ വന്നുകൊണ്ട് മണ്ണിൽ ഉള്ള കാർബണെ അതിനെ നമ്മൾ കിളച്ചിളക്കുകയും അങ്ങനെ അല്ലെങ്കിൽ ഈ പറയുന്ന നൈട്രജനൊക്കെ ഇട്ട് കൊടുത്തപ്പോഴൊക്കെ അത് വീണ്ടും വാതകമായി മാറും. അങ്ങനെയാണ് അന്തരീക്ഷത്തിൽ കാർബൺ വാതകമായിട്ട് കൂടിയ. ശരിക്കും പറഞ്ഞാൽ ഒരു പ്രകൃതിദത്തമായ ഒരു അവസ്ഥയിൽ കാർബൺ 0.3% ഉള്ളൂ നമ്മൾ ശ്വസിക്കുന്ന വായുവിൻ്റെ. അതേസമയം നൈട്രജൻ 78% മറ്റേത് 0.3 ഉള്ളൂ കാർബൺ. ബാക്കിയെല്ലാം മണ്ണിലുണ്ടായിരുന്ന ഇതെല്ലാം കൂടെ വെച്ച് ഈ 0.3 എന്നുള്ളത് ഇന്ന് പട്ടണങ്ങളിലൊക്കെ 2 ഒക്കെ ആയി. ഗ്യാസായിട്ട് മാറി. അപ്പം ഇതിനെ ഇനിയും വീണ്ടും ഈ ആഗോളതാപനത്തിന് ഈ ഒരു കാരണമാണ് കാർബൺ ഡയോക്സൈഡ് ആയിട്ട് അന്തരീക്ഷത്തിൽ കാർബണിൻ്റെ അളവ് കൂടിയത്. ഒരു
കാരണം അതിപ്പം ഹരിതഗ്രഹ വാതകം എന്നൊക്കെ പറയുന്ന ഗ്രീൻ ഹൗസ് എഫക്റ്റ് ഒക്കെ ഉണ്ടാകുന്ന അതുകൊണ്ടൊക്കെയാണ്. അപ്പം ഇതിനെ ഇനി മണ്ണിലേക്ക് തിരികെ കൊണ്ടുവരാനായിട്ട് ചെടികൾക്ക് മാത്രമേ സാധിക്കൂ. ഈ സോളിഡ് സ്റ്റേറ്റിലുള്ളത് ഈ വാതക രൂപത്തിലായതിനെ വീണ്ടും മണ്ണിലേക്ക് ലിക്വിഡായിട്ടോ സോളിഡായിട്ടോ മാറ്റണമെങ്കിൽ ചെടികൾക്ക് മാത്രമേ പറ്റത്തുള്ളൂ. മനുഷ്യന് ഒരു സംവിധാനം ഇല്ല. അതായത് ഫോട്ടോസിന്തസിസ് വഴി ചെടികൾ ഈ കാർബണെ വലിച്ചെടുത്ത് അതിനെ അതിൻ്റെ വേരും തണ്ടും ഇലയും നാരുകളുമായിട്ട് മാറ്റുന്നു. അതുകൂടാതെ അതിൻ്റെ അവയവങ്ങളിൽ സംഭരിക്കുന്നു. അതുകൂടാതെ ലിക്വിഡായിട്ട് അതിൻ്റെ വേര് വഴി ഈ കാർബോഹൈഡ്രേറ്റുകളെ മണ്ണിലേക്ക് വിടുന്ന കാർബണിൻ്റെ ഘടകം മണ്ണിലേക്ക് വരുന്നു. അങ്ങനെ വീണ്ടും കാർബണെ മണ്ണിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നുള്ളൂ. അവിടെയാണ് നമ്മുടെ ചോദ്യത്തിൽ നിന്ന് ഞാൻ മാറിപ്പോയെന്ന് സംശയം. ചാണകത്തിനകത്തോടെ കാർബൺ കിട്ടുവാൻ. അപ്പം ചാണകത്തിനകത്ത് കാർബൺ ഉണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ കാർബൺ അവിടെ ചാണകത്തിലുണ്ടായത് ചെടികൾ പശു ഭക്ഷിച്ചപ്പോൾ പശുവിന് ഈ എന്തുമാത്രം കാർബൺ ചെടികളിൽ നിന്ന് അത് സംഭരിച്ചോ അത്രയും കാർബൺ മാത്രമേ ഉള്ളൂ ഇതേ ഉള്ളൂ. ഈ അതിന് ചാണകത്തിലുണ്ട്. ഈ സൈക്കിളായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കത്തുള്ളൂ. അതെ. അപ്പോൾ അങ്ങനെ ചാണകത്തിൽ കൂടെ വരുന്ന കാർബൺ ഒരു സ്റ്റേബിൾ കാർബൺ അല്ല, അത് വീണ്ടും വാതകമായി. കാരണം ചാണകം എളുപ്പം വിഘടിച്ച് മാറുമ്പോഴത്തേക്ക് അത് മണ്ണിന് കാർബൺ ഒരിക്കലും അത് കൂടുന്നില്ല. അതേസമയം ചെടികൾ ഫോട്ടോസിന്തസിസ് വഴി ആഗിരണം ചെയ്യുന്ന കാർബണെ കാർബോഹൈഡ്രേറ്റായി മണ്ണിലേക്ക് വിടുമ്പോൾ മണ്ണിൽ കാർബൺ അളവ് കൂടും. എന്നാലൊരു നമ്മളൊരു കമ്പ് വെട്ടിയിട്ടാൽ ആ കമ്പ് അഴുകി തീരുന്നിടം വരെയും ആ കാർബൺ അവിടെ നിൽക്കും. അഴുകുന്നതോടുകൂടി ആ കാർബൺ വിഘടിച്ചു പോകും. അതേസമയം കാർബോഹൈഡ്രേറ്റ് വഴി അല്ല ചെടികൾ വഴി ബയോളജിക്കൽ ഫിക്സേഷനിൽ കൂടെ കാർബൺ മണ്ണിലെത്തുമ്പോൾ അത് മണ്ണിലെ സൂക്ഷ്മജീവികളായിട്ടും മറ്റ് ജീവികളും ജീവൻ്റെ അംശം അവിടെ കൂടും. അതുവഴി കാർബൺ അവിടെ നിലനിർത്തുക. അല്ല ചാണകം ഇട്ടുകൊണ്ട് കാർബൺ കൂടുകയില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ നൈട്രജൻ വളങ്ങളാണ് നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ ഡീനൈട്രിഫിക്കേഷൻ ബാക്ടീരിയാസിൻ്റെ എണ്ണമല്ല ഇവിടെ കൂടുന്നത്. അതാണ് ഈ കാർബൺ മണ്ണിൽ നിന്നും പെട്ടെന്ന് തീരാൻ കാരണം അല്ലേ? അതെ, അതൊരു മെയിൻ കാരണമാണ്. ഒത്തിരി കാരണങ്ങളുണ്ട്. നമ്മൾ ഈ കാർബോഹൈഡ്രേറ്റ് ഫ്ലോ മണ്ണിലേക്കുള്ളത് കുറഞ്ഞതാണ്. അപ്പം ഈ നമ്മുടെ സൂക്ഷ്മജീവികളൊക്കെ വളരണമെങ്കിൽ തന്നെയും നമ്മൾ ഏക വിളയാണെങ്കിൽ ഒരു കുറച്ച് ജാതി സൂക്ഷ്മജീവികൾക്ക് അവിടെ വളരാൻ പറ്റത്തുള്ളൂ. വിവിധതരം വൈവിധ്യത്തിന് അവിടെ വലിയ പ്രാധാന്യമുണ്ട്. അതായത് വൈവിധ്യമുള്ള ചെടികൾ വൈവിധ്യമുള്ള കാർബോഹൈഡ്രേറ്റ് ഉൽപ്പാദിപ്പിക്കുന്നു. വൈവിധ്യമുള്ള കാർബോഹൈഡ്രേറ്റുകൾ മണ്ണിൽ ലഭ്യമാകുമ്പോഴത്തേക്ക് അത് ഉപയോഗിച്ച് വൈവിധ്യമുള്ള സൂക്ഷ്മജീവികൾ പെരുകുന്നു. അവർ മണ്ണിൽ പല പ്രക്രിയകളുണ്ട്. നൈട്രജൻ ഫിക്സ് ചെയ്യണം, ഫോസ്ഫറസ് ഫിക്സ് ചെയ്യണം, പൊട്ടാഷ് ഫിക്സ് ചെയ്യണം. അങ്ങനെ ഒത്തിരി ഫങ്ഷൻസ് ഉണ്ട്. മണ്ണിളക്കണം, മറ്റ് ഈ മണ്ണിരകൾക്ക് ഭക്ഷണമായി മാറണം. ഇതെല്ലാം സൂക്ഷ്മജീവികളാണ്. ഇവൻ നമ്മളുടെ കഴിക്കുന്ന ആഹാരം പോലും നമ്മുടെ ദഹന വ്യവസ്ഥയിലെ മൈക്രോബയോം അത് അവരധികം പെരുകിയിട്ട് അവരിൽ കൂടെയാണ് നമുക്ക് എനർജി കിട്ടുന്നത്. സാർ തൊട്ടും ഒരു കാര്യം പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായി. നമ്മൾ ഒരു നൈട്രജനും 10 കാർബണോട് ചേർന്നാൽ ഡീനൈട്രിഫിക്കേഷൻ ബാക്ടീരിയ ഉണ്ടാവുള്ളൂ. അതെ, ജൈവവളത്തിന്റെ സ്ട്രക്ചറൽ ഫ്രെയിമുണ്ട്. നമ്മുടെ ശരീരത്തിൽ പോലും അങ്ങനെയാണ്. നമ്മുടെ ശരീരത്തിൽ പോലും ഒരു നൈട്രജൻ 10 കാർബണും കൂടെ കൂടുമ്പോഴാണ് നമ്മുടെ ശരീരം രൂപപ്പെടുന്നത്. പിണ്ടം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ പറയുന്ന പോലെ ഡീനൈട്രിഫിക്കേഷൻ ബാക്ടീരിയ കൂടുമ്പോൾ 10 കാർബൺ അവിടെ പോവാണ്. അതൊരു ജീവിയായി മാറി. അത് അന്നേരമാണ് ഈ മണ്ണിൽ നിന്നും ഈ കാർബണിന്റെ അംശം ഇത് വ്യാപകമായിട്ട് വളരുമ്പോൾ നഷ്ടപ്പെട്ടു പെടുന്നത്. ഓരോ പ്രാവശ്യം നമ്മൾ നൈട്രജൻ ചെയ്യുമ്പോഴും അവിടെ ഡീനൈട്രിഫൈങ് ബാക്ടീരിയ കൂടുന്നു. അപ്പോൾ അവർ നമ്മൾ കൊടുത്ത നൈട്രജൻ മാറ്റാനായിട്ടാണ്. അപ്പോൾ അവർ ആ ഒരു നൈട്രജനെ ഉപയോഗിക്കുന്നുണ്ട്. 10 കാർബണോട് എടുത്താൽ മാത്രമേ അവർക്ക് ഈ എക്സസ് വന്ന പെയ്യുന്നതനുസരിച്ച് നമ്മുടെ മണ്ണിൽ നിന്ന് കാർബൺ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. അവിടെയാണ് പ്രശ്നം. അപ്പോൾ എന്നിട്ട് ഈ സൂക്ഷ്മജീവികളുടെ നൈട്രജൻ്റെ അളവോടെ ബാലൻസ് ആയി കഴിയുമ്പോഴത്തേക്ക് ഈ സൂക്ഷ്മജീവികളുടെ എണ്ണം എല്ലാം കുറയും. അപ്പോൾ അവരെല്ലാം വീണ്ടും ബാധകമായി മാറും. അപ്പം ലിക്വിഡ് സ്റ്റേറ്റിൽ കിടക്കുന്നതും അതേപോലെ തന്നെ നിൽക്കണം, സംരക്ഷിക്കണം. ഗ്യാസിൽ കിടക്കുന്നത് അങ്ങനെ നിൽക്കണം. ഒന്നും കൂടാൻ പാടില്ല, ബാലൻസ് തെറ്റാൻ പാടില്ല. അതാണ് ഒരു ബാലൻസിലാണ്. എല്ലാം ഒരു സൈക്കിൾ, പല ചക്രങ്ങളിൽ കൂടെയാണ്. ഇപ്പം നമ്മളൊരു രഥത്തിൻ്റെ 4 വീലുണ്ട്. ആ 4 വീലുകൾ ഒരുപോലെ കറങ്ങിയാലേ ഉള്ളൂ. ഒരെണ്ണം കറങ്ങാതിരുന്നാൽ എന്ന് പറഞ്ഞ പോലെയാണ് പ്രകൃതി. ഇതങ്ങനെ ചക്രങ്ങളല്ലേ. നമുക്കൊരിക്കലും മനുഷ്യനത് കുറേയൊക്കെ പഠനങ്ങൾ കൊണ്ട് കുറേയൊക്കെ നമുക്ക് ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ വേറെ രീതിയിൽ മാറ്റി ചെയ്യുക, അങ്ങനെയൊക്കെ ഉള്ളൂ. അല്ലാതെ പ്രകൃതിയെ നമുക്കൊരിക്കലും പൂർണ്ണമായിട്ട് നമുക്ക് അറിയാവുന്ന ഒരിക്കലും വിചാരിച്ചാൽ അവനൊരു വിഡ്ഢിയാണെന്ന് ഞാൻ പറയും. പിന്നെ ഒരു കാര്യം കൂടെ ചോദിച്ച് നമുക്ക് എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാം. ചാണകത്തിൻ്റെ കാര്യം ഇപ്പോൾ പറഞ്ഞു നിർത്തിയേ ഉള്ളൂ. ഇപ്പോൾ നമുക്ക് ഉപയോഗിക്കുന്നത് നാച്ചുറലായിട്ടുള്ള പശുവിൻ്റെ ചാണകം നമ്മൾ അതോടെ തന്നെ
മണ്ണിലേക്ക് ഇടുന്ന കാര്യമാണ് സംസാരിച്ചത്. അതേസമയം നമ്മളിപ്പോൾ അത് നമ്മൾ പാചകവാതകത്തിനൊക്കെ ആയിട്ട് നമ്മൾ മാറ്റുന്നുണ്ട്, ഗ്യാസായിട്ട്, ബയോഗ്യാസായിട്ട്. അങ്ങനെ മിച്ചം വരുന്ന ആ സ്ലറിയൊക്കെ നമ്മുടെ തോട്ടത്തിൽ ഉപയോഗിക്കാൻ പറ്റുമോ? അതിനാലും ഓർഗാനിക് കാർബൺ നമുക്ക് കറക്റ്റായിട്ട് ലഭിക്കുമോ? ഞാനതിനെ ഒരു മൾച്ചായിട്ട്, ഞാൻ ചാണകത്തിനെ ഇപ്പം നാടൻ പശുവിൻ്റെ ചാണകത്തിൽ നമ്മൾ ജീവാമൃതം ഉണ്ടാക്കുമ്പോൾ നമ്മൾ ആ ചാണകത്തിനകത്തുണ്ടാകുന്ന സൂക്ഷ്മജീവികളുടെ എണ്ണത്തിനെ പെരുപ്പിക്കുകയാണ്. നമ്മൾ ഈ ബയോഗ്യാസ് ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഒരു അനറോബിക് ബാക്ടീരിയയുടെ പ്രവർത്തനത്തിൽ, അതായത് വായുവിൻ്റെ സാന്നിധ്യം ഇല്ലാത്ത ബാക്ടീരിയകളുടെ പ്രവർത്തനത്തിൽ കാർബൺ വിഘടിക്കുമ്പോൾ അത് മീഥേനായി മാറുന്നു. ഓക്സിജൻ്റെ പ്രസൻസിൽ വിഘടിക്കുമ്പോൾ അത് കാർബൺ ഡയോക്സൈഡ് ആയിട്ട് മാറും. അതാണല്ലേ അവർ ഒരു വെസലിനകത്ത് ഇത് വെക്കുന്നത് ഈ ഗ്യാസിന് വേണ്ടിയിട്ട്, വായു വരാതിരിക്കാൻ. ഇത് രണ്ടും കാർബണാണ്, മീഥേനും കാർബണാണ്. ഫോം നോർമൽ കാർബണിനെ ഇത് മാറ്റാനായിട്ട് ഓരോ ഫോമിലേക്ക് മാറ്റാൻ ഇപ്പോഴത്തെ പുതിയ പഠനങ്ങളിൽ നമ്മളത് മീഥേൻ കത്തിച്ച് കളയുന്നതുകൊണ്ട് വേറെ രൂപത്തിലേക്ക് മാറുന്നു. വീണ്ടും ആ കാർബൺ തിരികെ പോകുന്നു. ഇതെല്ലാം സർക്കിളാണ്. കാർബൺ ഒന്നിൽ മണ്ണിലിരിക്കുന്നു, അല്ലെങ്കിൽ ചെടികളിലിരിക്കുന്നു, അല്ലെങ്കിൽ വായുവിലിരിക്കുന്നു. ഇങ്ങനെ അത് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് തമ്മിലുള്ള ഒരു ബാലൻസ് തെറ്റിയതാണ് ഇന്ന് ആഗോളതാപനത്തിൻ്റെ ഒരു കാരണം. അപ്പം നമ്മുടെ ചോദ്യം ഈ സ്ലറി, അതായത് ബയോഗ്യാസ് എടുത്തു കഴിഞ്ഞിരുന്നത് ബാക്കി നമുക്ക് വളമായിട്ട് അതിനെ നമുക്കൊരു മൾച്ചായിട്ട് ഉപയോഗിക്കാം. മൾച്ചായിട്ടുള്ള ഒരു പ്രയോജനം അതിനകത്തൂടെ കിട്ടുന്നുള്ളൂ. പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നുമില്ല, ചാണകമൊന്നുമില്ല. അത്രേ ഉള്ളൂ. പിന്നെ അത് കൂടുതലും ജേഴ്സി പശുക്കളുടെ ചാണകം കൊണ്ട് ചെയ്താൽ അത് നമുക്ക് ഗുണത്തേക്കാൾ ദോഷമേ ചെയ്യത്തുള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ സാറേ, ഇപ്പം നമ്മൾ ചാണകത്തിൻ്റെ വിവിധ രീതിയിലുള്ള ഉപയോഗം സാർ ജസ്റ്റ് നമ്മൾ പറഞ്ഞല്ലോ. ഇപ്പോൾ അത് നമ്മുടെ സ്ലറി ഉപയോഗിക്കുന്നത് കഴിഞ്ഞ് നമ്മുടെ നൈട്രജനിലൊന്നും നമ്മളൊരു എപ്പിസോഡ് ചെയ്തിരുന്നല്ലോ തൊട്ട് മുമ്പ്. അതിലൊരു കർഷകൻ ചോദിച്ചിരുന്നതാണ് സ്ലറി എങ്ങനെ ഉപയോഗിക്കാമെന്ന്. അപ്പോൾ അതിന് കറക്റ്റായിട്ടുള്ളൊരു ആൻസർ സാറ് തന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഏകദേശം നമ്മളിപ്പോൾ ഈ ആഗോളതാപനത്തെ പറ്റി പറഞ്ഞു, അതിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാം എന്നുള്ളത് നമ്മളത് ഇതിൽ പ്രതിപാദിക്കേണ്ടിയിരിക്കും. എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറഞ്ഞാൽ അന്തരീക്ഷത്തിൽ ഹരിതകരവാതകങ്ങൾ കൂടിയതാണല്ലോ ആഗോളതാപനത്തിൻ്റെ ത്തിലേക്ക് നയിക്കുന്ന കാരണങ്ങൾ ആയിട്ട് പറയപ്പെടുന്നത്. ഈ കാർബൺ ഡയോക്സൈഡും ഇതിനെയൊക്കെ വീണ്ടും തിരികെ മണ്ണിലേക്ക് കൊണ്ടുവരാണെങ്കിൽ പച്ചിലകൾക്കല്ലാതെ സാധ്യമല്ല. അതുപോലെ പച്ചിലകൾ അത് പ്രകൃതിയിൽ വനങ്ങൾക്ക് മാത്രമേ സാധ്യമാകത്തുള്ളൂ. അതായത് ഈ ഇപ്പം കിട്ടുന്ന കാർബൺ മണ്ണിൽ നിന്ന് വീണ്ടും വിഘടിച്ച് പോകുന്ന ആ സ്പീഡ് കുറയണം. അപ്പോൾ അത് നമ്മൾ പ്രകൃതി കൃഷിയിൽ കൂടെ മാത്രമേ അത് നമുക്ക് സാധ്യമാകത്തുള്ളൂ. അതുകൊണ്ട് പക്ഷേ ഈ പ്രകൃതി എങ്ങനെയാണ് ചലിക്കുന്നത് എന്ന് ഉള്ള അറിവ് മനുഷ്യൻ നേടിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. എന്നാൽ വളരെ പെട്ടെന്നാണ്. ഒരു 10-15 വർഷം മുമ്പ് ഇതിനെക്കുറിച്ചൊന്നും ഒരു ചർച്ച പോലും ഇല്ലായിരുന്നു. ഇതിനെക്കുറിച്ച് എന്തായാലും ഇൻ്റർനെറ്റിൽ തപ്പിയാൽ പോലും, ഒത്തിരി കടം തപ്പിയാൽ പോലും ഒരു ചെറിയൊരു കച്ചിത്തുരുമ്പ് കിട്ടുമായിരുന്നു. എന്നാൽ ഇന്നിപ്പോൾ അതല്ല. ഇന്നിപ്പോൾ നമുക്ക് വായിക്കാനേ കൂടുതൽ ഇൻഫർമേഷൻ വരികയാണ്. അപ്പം ലോകം മുഴുവൻ ആ രീതിയിലേക്ക് മാറുകയാണ്, പ്രകൃതി കൃഷിയിലേക്ക് മാറുകയാണ്. പ്രകൃതി കൃഷിയിൽ മാറുമ്പോഴത്തേക്ക് നമ്മൾ പറഞ്ഞല്ലോ, പ്രകൃതി തന്നെയാണ് ചെടികളെ പോറ്റുന്നത്. അല്ലാതെ നമ്മൾ ധാതുക്കളും മറ്റും ഒന്നും നമ്മൾ ഇടുന്നില്ല. ഇപ്പം പൊട്ടാഷിൻ്റെ കാര്യം തന്നെ പറഞ്ഞാൽ, മണ്ണിലുള്ള പൊട്ടാഷ്, മണ്ണിൽ ഈ പൊട്ടാഷ് എന്ന് പറഞ്ഞാൽ ഈ കല്ലിനകത്ത് കല്ല് പൊടിഞ്ഞുണ്ടാകുന്ന അതനുസരിച്ച് പൊട്ടാഷിൻ്റെ അളവ് കൂടിയും കുറഞ്ഞു വരൂല്ലേ. അപ്പം നമ്മളുടെ ചോദ്യം ഇതായിരുന്നല്ലോ, ഈ ആഗോളതാപനത്തിന് ഇത് ചെയ്യാനായിട്ട് ലോകത്തിലുള്ള കൃഷിക്കാരും അല്ലെ ലോകത്തിലുള്ള കൃഷിക ഭൂമി മുഴുവൻ പ്രകൃതി കൃഷിയിലേക്ക് മാറുമ്പോഴത്തേക്ക് ഈ ആഗോളതാപനമൊക്കെ കുറഞ്ഞോളൂ. ഓസോണിൻ്റെ ഒരു വിള്ളലൊക്കെ അടഞ്ഞ് വന്നോളൂ. മണ്ണിലേക്ക് വീണ്ടും കാർബൺ അന്തരീക്ഷത്തിൽ 0.3 ഉണ്ടായിരുന്നത് അതിൻ്റെ അളവ് ഇന്ന് 1, 2 ഒക്കെ ആയി മാറിയിരിക്കുന്നു. അത് വീണ്ടും 0.3 തിരികെ കൊണ്ടുവരാൻ കൃഷിക്കാരൻ വിചാരിച്ചാൽ മാത്രമേ നടക്കത്തുള്ളൂ. അല്ലാതെ കൃഷിക്കാരൻ ചെടികൾ വിചാരിച്ചാൽ മാത്രമേ നടക്കുള്ളൂ. പച്ചിലകളെ വളർത്തുന്ന കൃഷിക്കാരനാണ്. അപ്പോൾ ആ രീതിയിലുള്ളൊരു കൃഷിയിലേക്ക് നമ്മൾ എത്രയും പെട്ടെന്ന് മാറണം. നമ്മൾ ഓരോരുത്തരും അവരുടെ അടുത്ത തലമുറയെക്കുറിച്ച് എന്തെങ്കിലും ഒരു അല്പമെങ്കിലും ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ പ്രകൃതി കൃഷിയിലേക്ക് മാറണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇന്ന് ഞാൻ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ ഒരു ലേഖനം വായിച്ചിരുന്നു, ആർട്ടിക്കിൾ. അതിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് 13 ബില്യൺ ടൺ കാർബൺ ഡയോക്സൈഡ് ആണ് ഒരു വർഷം നമ്മുടെ ഈ ലോകത്തുനിന്ന് പുറന്തള്ളുന്ന പറയുന്നത്. നമ്മുടെ ഈ ഒരു മോഡേൺ കൃഷി രീതിയും അതുപോലെ തന്നെ ജീവിത രീതിയുമാണ് ഇതിലേക്ക് എത്തിച്ചത്. അപ്പോൾ ഒരുപാട് വാല്യുബിളായിട്ടുള്ള ഇൻഫർമേഷനാണ് നമ്മുടെ ഈ കുറഞ്ഞ സമയത്തിൽ സാറ് പറഞ്ഞു തന്നത്. ഒരുപാട് നന്ദി. നമുക്ക് അടുത്ത എപ്പിസോഡിൽ മറ്റൊരു നല്ല വിഷയമായിട്ട് വീണ്ടും കാണാം.